ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ഹനുമാൻ സീതാദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് പറയുന്നു, ഭവതി പുനരിവിടെ മരുവീടുന്നതേതുമേ ഭർത്താവറിയായിക കൊണ്ടുവരാഞ്ഞതും ജഡിതി വരുമിനി നിശിചരൗഖവും ലങ്കയും ശാഖാമൃഗാവലി ഭസ്മമാക്കും ദൃഢം. പവനസുതവചനമിതി കേട്ടു വൈദേഹിയും പാരിച്ചമോദേന ചോദിച്ചരുളിനാൾ. അധിക കൃശതനുരിഹ ഭവാൻ കപിവീരരും ഈ വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ. നിഖില നിശിചര അജലനിഭ വിപുലമൂർത്തികൾ നിങ്ങൾ അവരോടെതിർക്കുന്നതെങ്ങനെ? പവനജനും അവനി മകൾ വചനമതു കേട്ടുടൻ പർവ്വതതുല്യനായി നിന്നാനതിദ്രുതം. അധ മിഥില നൃപതി സുതയോടു ചൊല്ലിടിനാൻ അഞ്ജനാപുത്രൻ പ്രഭഞ്ജന നന്ദനൻ. ഇതി കരുതുക കമലരിലിങ്ങനെയുള്ളവരിങ്ങിരുപത്തൊന്നു വള്ളം പടവരും. പവനസുത മൃദുവചനമിങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷിയും പാർത്തു ചൊല്ലിടിനാൾ. അതിവിമലൻ അമിതബലനാശരവംശത്തിനന്തകൻ നീ അതിനന്തരമില്ലടോ. രജനി വിരവൊടു കഴിയുമിനിയുഴറുകെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം ജലനിധിയും അതിശബലമിന്നേ കടന്നങ്ങു ചെന്ന് രഘുവരനെ കാൺക നീ. മമ ചരിതമഖിലം അറിയിച്ചു ചൂടാരത്നമാശു തൃക്കൈയിൽ കൊടുക്ക വിരയനി. വിരവിനോടു വരിക രവിസുതനുമൊരു സൈന്യവും വീരപുമാന്മാരിരുവരുമായി ഭവാൻ. വഴിയിലൊരു പിഴയും ഉപരോധവുമെന്നിയേ വായുസുത പോക നല്ലവണ്ണം ധ്രുവം. വിനയഭയകുതുക ഭക്തി പ്രമോദാന്വിതം വീരൻ നമസ്കരിച്ചിടിനാനന്ദികെ. പ്രിയവചന സഹിതനഥ ലോകമാതാവിനെ പിന്നെയും മൂന്നു വലത്തു വെച്ചിടിനാൻ. വിടതരിക ജനനി വിടകൊള്ളുവാനടിയന് വേഗേന ഖേദം വിനാ വാഴ്ക സന്തതം. ഭവതു ശുഭമയി തനയ പതി തവ നിരന്തരം ഭർത്താരമാശു വരുത്തിയിടുകത്ര നീ. സുഖമൊടിഹ ജഗതി സുചിരം ജീവജീവനീ. സ്വസ്ത്യസ്തു പുത്ര തേ സുസ്ഥിരശക്തിയും. അനിലതനയനും അഖില ജനനിയൊടു സാദരമാശീർവചനമാതായ പിൻവാങ്ങിനാൻ. രാക്ഷസന്മാർ കണ്ടുമുട്ടുന്നു ഹനുമാനെ. എങ്ങനെയെങ്കിലും ഇവനെ നശിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. രാവണ പുത്രന്മാരും രാക്ഷസന്മാരും കൂടി ഹനുമാനെ പിടിച്ചുകിട്ടി രാവണൻ്റെ സന്നിധിയിൽ എത്തിക്കുകയാണ്. അവിടെ വെച്ച് പലരും പല തീരുമാനങ്ങളെടുത്തു. ഹനുമാൻ്റെ വാലിൽ തീ കൊടുത്തു വിടുക, തീ കൊളുത്തുക, അതായിരുന്നു വിഭീഷണൻ നിർദ്ദേശിച്ചത്. വാലും തലയും ഒന്നും മുറിക്കുക ഒരു ദൂതനോട് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് അവന് ശിക്ഷ വിധിക്കുന്നത് ഇങ്ങനെയാവണം എന്നും ഓർമ്മിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. അപ്പോൾ അവൻ്റെ വാലിൽ തീ കൊളുത്തി വിടുക എന്ന വിഭീഷണൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അത് ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ ലങ്കാദഹനം
നടക്കുകയാണ്. വദനമഭികരചരണമല്ല ശൗര്യാസ്പദം, വാനരന്മാർക്കു വാൽമേൽ ശൗര്യമാകുന്നു. ഭയമതിനു ഝടിതി വസനേന വാൽവേഷ്ടിച്ചു വന്നി കൊളുത്തി പുരത്തിലെല്ലാടവും. രജനിചര പരിവൃഢരെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നോരു കള്ളനെന്നിങ്ങനെ. നിഖിലദിശി പലരുമിഹ കേൾക്കുമാർ ഉച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുകിൽ. കുലഹതകനവനറിയ നിസ്തേജനെന്നുതൽ കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കവികുലം. തിലരസ ഹൃദാതി സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം തെരുതരെ ചുറ്റും ദശാന്തരെ. അതുലബലൻ അചലതരം അവിടെ മരുവീടിനാൻ അത്യായത സ്ഥൂലമായിതു വാൽത്തതാ. വസനഗണമഖിലവും ഒടുങ്ങിച്ചമഞ്ഞിതു വാലും അതീവ ശേഷിച്ചിതു പിന്നെയും. നിഖില നിലയന നിഹിത പട്ടാംബരങ്ങളും നീളത്തിരഞ്ഞു കൊണ്ടെന്നു ചുറ്റിയിടിനാർ. അനലമിഹ വസനമിതിൻ അനലമിനി വാലധിക്കാശു കൊളുത്തുവിൻ വൈകരുതേതുമേ. പുനരവരുമതു പൊഴുതു തീ കൊളുത്തിയിടിനാർ. പുച്ഛാഗ്രദേശേ പുരന്തരാരാദികൾ ബലസഹിതമബലമിവ രഞ്ജുഖണ്ഡം കൊണ്ടു ബദ്ധ്വാ ദൃഢതരം ധൃത്വാ കപിവരം. കിതവമതികളും ഇതൊരു കള്ളനെന്നിങ്ങനെ കൃത്വാ രവമരം ഗത്വാ പുരവരം. പറകളെയും ഉടനുടൻ അറിഞ്ഞറിഞ്ഞങ്ങനെ പശ്ചിമദ്വാരദേശേ ചെന്നനന്തരം. പവനജനും അതികൃശ ശരീരനായിടിനാൻ. പാശവും അപ്പോൾ ശിഥിലമായി വന്നിതു. ബലമൊടവൻ അതിചപലം അചലനിഭഗാത്രനായി ബന്ധവും വേർപെട്ടുമേൽ പോട്ടു പൊങ്ങിനാൻ. ചരമഗിരി ഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ. വാഹകന്മാരെയും കൊന്നവൻ ഉടുപതിയൊടു ഉരസുമടവുയരും യലുന്ന രത്നോത്തുംഗ സൗധാഗ്രമേറിമേ വീടിനാൻ. കനകമണിമയ നിലയമഖിലമനിലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയും. പ്രകൃതി ചപലതയോടവൻ അചലം ഓരോ മണിപ്രാസാദജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ. ഗജതുരക രഥബലപദാദികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്മ്യങ്ങളും അനലശിഖകളും അനിലസുതഹൃദയവും തെളിഞ്ഞ് ആഹന്ത വിഷ്ണുപദം ഗമിച്ചു തഥാ. വിബുധപതിയൊടു നിശിചരാലയം വെന്തോരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ. അഹമഹമികാധിയ പാവകജ്വാലകളമ്പരത്തോളം ഉയർന്നു ചെന്നു മുതാ. ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും പുനരനിലസുതനിധി ദഹിപ്പിച്ചിതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നിതത്ഭുതം. ദശവദന സഹജഗൃഹമെന്നിയേ മറ്റുള്ള ദേവാരിഗേഹങ്ങൾ വെന്തുകൂടി ജവം. രഘുകുലപതി പ്രിയ ഭൃത്യനാം മാരുതി രക്ഷിച്ചുകൊണ്ടാൻ വിഭീഷണ മന്ദിരം. കനകമണിമയ നിലയൻ നികരമതുവെന്തോരോ കാമിനീ വർഗം വിലാപം തുടങ്ങിനാർ. അങ്ങനെ ലങ്കാ നഗരമൊക്കെ ചുട്ട് ഭസ്മമാക്കിയിട്ട് വിജയശ്രീ ലാളിതനായി ഹനുമാൻ എത്തുകയാണ് ശ്രീരാമ സന്നിധിയിലേക്ക്. അനില തനയാംഗത ജാംബവദാദികൾ അഞ്ജസ സുഗ്രീവ ഭാഷിതം കേൾക്കയാൽ പുനരവരും അതുപൊഴുതു വാച്ച സന്തോഷേണ പൂർണ്ണവേഗം നടന്നാശു ചെന്നീടിനാർ. പുകൾ പെരിയ പുരുഷമണി രാമൻ തിരുവടി പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ പുരമഥനഹൃതി മരുവുമഖില ജഗദീശ്വരൻ പുഷ്കരനേത്രൻ പുരന്തര സേവിതൻ ഭുജഗപതി ശയനൻ അമലൻ ത്രിജഗൽ പരിപൂർണൻ പുരുഹൂത സോദരൻ മാധവൻ ഭുജഗ നിവഹാസന വാഹനൻ കേശവൻ പുഷ്കരപുത്രീ രമണൻ പുരാതനൻ ഭുജഗ കുലഭൂഷണാരാധിതാഘ്രിദ്വയൻ പുഷ്കര സംഭവ പൂജിതൻ നിർഗുണൻ ഭുവനപതി മഖപതി സദാംപതി മൽപതി പുഷ്കര ബാന്ധവപുത്ര പ്രിയ സഖി ബുധജനഹൃദി സ്ഥിതൻ പൂർവദേവാരാദി പുഷ്കര ബാന്ധവ വംശ സമുത്ഭവൻ ഭുജബലവതാംവരൻ പുണ്യജനാത്മകൻ ഭൂപതി നന്ദനൻ ഭൂമിജാവല്ലഭൻ ഭുവനതലപാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിഭൂതിപ്രദൻ പുണ്യജനാർച്ചിതൻ ഭുജഭവകുലാധിപൻ പുണ്ഡരീകാനനൻ പുഷ്പവാണോപമൻ ഭൂരികാരുണ്യവാൻ ദിവസകരപുത്രനും സൗമിത്രിയും മുദാ ദിഷ്ടപൂർണം ഭജിച്ചന്തികേ സന്തതം
വിപിനഭുവി സുഖതരമിരിക്കുന്നതു കണ്ട് വീണു വണങ്ങിനാർ വായുപുത്രാദികൾ. പുനരഥ ഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണ്ണമോദം പറഞ്ഞാൻ അഞ്ജനാത്മജൻ. സീതയെ കണ്ട വർത്തമാനം ഹനുമാൻ രാമനോട് ഉണർത്തിക്കുന്നു. കനിവിനോടു കണ്ടേനഹം ദേവിയെ തത്ര കർപ്പുരേന്ദ്രാലയെ സങ്കടമെന്നിയെ. കുശലവും ഉടൻ വിചാരിച്ചിതു താവകം കൂടെ സുമിത്രാതനയനും സാദരം. ശിഥിലതര ചിഗുരമൊടശോകവനികയിൽ ശിംശപാമൂലദേശേ വസിച്ചിടിനാൽ. അനശനമൊടതികൃശ ശരീരയായി അന്വഹം ആശരനാരീ പരിവൃതയായി ശുച. അഴൽ പെരുകി മറുകി ബഹുബാഷ്പവും വാർത്ത് അയ്യോ സദാ രാമരാമേരി മന്ത്രവും മുഹുരുവി ജപിച്ചു വിലാപിച്ചു. മുക്താംഗിമേവുന്ന നേരത്ത് ഞാൻ തഥാ അതികൃശ ശരീരനായി വൃക്ഷശാഖാന്തരെ ആനന്ദം ഉൾക്കൊണ്ടിരുന്നേനനാകുലം. തവ ചരിതമൃത സമമഖിലമറിയിച്ചഥ തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുടജഭുവിരഹിതയായി മരുവും വിധൗ ചെന്നു ദശാനനൻ കൊണ്ടങ്ങു പോയതും സവിതൃസുതനോടു ജഡിതി സഖ്യമുണ്ടായതും സംഗ്രന്ഥനാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതിദുഹിതുരന്വേഷണാർത്ഥം കവീന്ദ്രനാൽ കീശൗഖമാശു നിയുക്തമായിടിനാർ. അഹം അവരിലൊരുവനിവിടേക്കു വന്നിടിനേൻ അർണവം ചാടിക്കടന്നതിവിദ്രുതം. രവിതനയ സജീവനഹം ആശുകനന്ദനൻ രാമദൂതൻ ഹനുമാനെന്നു നാമവും. ഭവതിയയുമിഹ ജഡിതി കണ്ടുകൊണ്ടേനഹോ ഭാഗ്യമാഹന്ത ഭാഗ്യം കൃതാർത്ഥോസ്മ്യഹം. ഫലിതമഖിലം മമാദ്യ പ്രയാസം ഭൃശം പത്മജാലോകനം പാപവിനാശനം. മമ വചനമിതി നിഖിലമാകർണ്യ ജാനകി മന്ദമന്ദം വിചാരിച്ചിതു മാനസേ. ശ്രവണയുഗളാമൃതം കേനമേ ശ്രാവിതം ശ്രീമതാമഗ്രേസരനവൻ നിർണയം. മമ നയനയുഗളപഥമായാതു പുണ്യവാൻ മാനവവീരപ്രസാദേന ദൈവമേ. ഭജനമിതി മിഥിലതനയോദിതം കേട്ടു ഞാൻ വാനരാകാരേണ സൂക്ഷ്മശരീരനായി വിനയമൊടു തൊഴുത് അടിയിൽ വീണു വണങ്ങിനേൻ. വിസ്മയത്തോടു ചോദിച്ചു ദേവിയും അറിവതിനു പറക നീയാരെന്നതെന്നോട്. ഇത്യാദി വൃത്താന്തം വിവരിച്ചനന്തരം കഥിതമഖിലം മയാ ദേവവൃത്താന്തങ്ങൾ കഞ്ചതളാക്ഷിയും വിശ്വസിച്ചിടിനാൾ. അതുപൊഴുതിലകതളിരിൽ അഴൽ കളവതിന്നു ഞാൻ അങ്കുലീയം കൊടുത്തിടിനേനാദരാൽ. കരതളിരിൽ അതിനെ വിരവോടു വാങ്ങി തഥാ കണ്ണുനീർ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ. ശിരസി ദൃശികളഭുവി മുലത്തടത്തിങ്കലും ശീഘ്രമണച്ചു വിലപിച്ചിതേറ്റവും. പവനസുത കഥയ മമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോട്. നീ കണ്ടതല്ലോ സഖേ നിശിചരികൾ അനുദിനം ഉപദ്രവിക്കുന്നതും നീ അങ്ങു ചെന്നു ചൊൽക എന്നു ചൊല്ലിയിടിനാൾ. തപചരിതമഖിലമലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കപിസേനയോടും ദ്രുതം. ഭയം അവനിപതിയെ വിരവോടു കൂട്ടിക്കൊണ്ടുവന്ന് ദശാസ്യകുലവും മുടിച്ചുടൽ. സുഖദൂക അയോധ്യാപുരിക്കാശു കൊണ്ടുപോം. സന്താപമുള്ളിലുണ്ടാകരുതേതുമേ ദശരഥസുതന് വിശ്വാർത്ഥമായിനി. ദേഹിമേ ദേവി ചിഹ്നം ധന്യമാതരാൽ. പുനരൊരടയാളവാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസസിദ്ധയെ. അതും അവനി സുതയോടഹമിങ്ങനെ ചൊന്നളവ് ആശു ചൂടാരത്നമാതരാൽ നൽകിനാൾ. കമലമുഖി കനിവിനൊടു ചിത്രകൂടാചലേ കാന്തനുമായി വസിക്കുന്നാളൊരു ദിനം. കഠിനതര നഖര നികരേണ പീഡിച്ചോരു കാകവൃത്താന്തവും ചൊൽകെന്നു ചൊല്ലിനാൾ. തതനു പലതരം ഇവ പറഞ്ഞും കരഞ്ഞും ഉൾത്താപം കലർന്നു മരുവും ദശാന്തരേ. ബഹുവിധ ഭജോ വിഭാവേന ദുഃഖം തീർത്ത് ബിംബാധരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ. വിടയും ഉടനഴകൊടു വഴങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം. അഖില നിശിചരകുലപതിക്കഭീഷ്ടാസ്പദം ആരാമമൊക്കെ തകർത്തേനതിന്നുടൻ. പരിഭവമൊടൽ കരുതി വന്ന നിശാചര പാപികളെ കൊല ചെയ്തേനസംഖ്യകം.
ദശവദനസുതനെ മുഹുരക്ഷകുമാരനെ ദണ്ഡധരാലയത്തിനയച്ചീടിനേൻ. അഥ ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബദ്ധനായി ആശരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ. ലഘുതരമശേഷം ദഹിപ്പിച്ചിതു ബദലങ്കാപുരം. പിന്നെയും ദേവിതൻ പദം വിഗതഭയം അടീണ വണങ്ങി വാങ്ങിപ്പോന്നു. വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ. തവ ചരണനളിന മധുനൈവ വന്ദിച്ചിതു ദാസൻ ദയാനിധേ പാഹിമാം പാഹിമാം. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണഹനനം ഏതദ്ധി രാമായണം.